സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കിയ അവസാനവട്ട ഒരുക്കങ്ങൾ കൊല്ലത്ത് ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. വിവിധ വിഭാഗങ്ങളുടെ ഏകോപന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കലോത്സവ വിളംബര ജാഥ വൈകിട്ട് നടക്കും. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വിളംബര ജാഥ എത്ര മണിക്കാണ് നടക്കുക? ഒപ്പം ഇനി കേവലം 2 ദിവസം മാത്രമാണ് ഈ കലാമാമാങ്കത്തിന് മുന്നിലുള്ളത്. എത്രത്തോളം ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്? അവസാനപ്പെട്ട തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുകയാണ്. സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികൾ 20ഓളം അതിന്റെ അവസാനവട്ട തയ്യാറെടുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷണ കമ്മിറ്റി, പന്തൽ കമ്മിറ്റി, അക്കോമഡേഷൻ കമ്മിറ്റി അങ്ങനെ തുടങ്ങി 20ഓളം സബ് കമ്മിറ്റികൾ സംഘാടക സമിതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം അവസാനവട്ട തയ്യാറെടുപ്പുകൾ ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം നഗരവാസികളെ, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം 1.5 പതിറ്റാണ്ടിന് ശേഷം കൊല്ലത്ത് വിരുന്നെത്തുന്ന ആ കലാമാമാങ്കം ഏറ്റവും അതിഗംഭീരമാക്കുന്നതിനുള്ള അവരുടെയും പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ കൊല്ലം ജനതയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സംഘാടകർക്ക് ഇന്ന് വൈകിട്ട് റോഡ് ഷോ നഗരത്തിൽ നടക്കുന്നുണ്ട്. കലോത്സവത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള ആ റോഡ് ഷോയിൽ 500-ലധികം കുട്ടികളും കലാകാരന്മാരുമാണ് പങ്കെടുക്കുന്നത്. നയനമനോഹരമായ ദൃശ്യങ്ങളോട് കൂടിയ റോഡ് ഷോ ആയിരിക്കും വൈകുന്നേരം ഈ കലാനഗരിയിലേക്ക് കാണികളെ അതിശയിപ്പിച്ചുകൊണ്ട് ഇന്ന് അണിനിരക്കുക. നാളെ രാവിലെ കൊല്ലത്തു നിന്നും കോഴിക്കോട് നിന്നും പുറപ്പെട്ടിരിക്കുന്ന സ്വർണ്ണക്കപ്പുമായി പുറപ്പെട്ടിരിക്കുന്ന ആ സ്വർണ്ണ ട്രോഫി വൈകുന്നേരത്തോടുകൂടി നാളെ വൈകിട്ട് 3 മണിയോടുകൂടി ആശ്രമ മൈതാനത്തെത്തും. ഈ ട്രോഫി ഘോഷയാത്രയായി കൊല്ലത്ത് എത്തുമ്പോൾ അതും വലിയ അതിമനോഹരമായിട്ടുള്ള ഒരു സ്വീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൊല്ലത്തിന്റെ അതിർത്തി കടന്ന് ഈ ഘോഷയാത്ര എത്തുന്ന സമയം മുതൽ തന്നെ വലിയ സ്വീകരണം ഈ ഘോഷയാത്രയ്ക്ക് ഏർപ്പെടുത്തുന്നുണ്ട്. ചില കമ്മിറ്റികൾ, ഭക്ഷണ കമ്മിറ്റി, പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് ഇത്തവണയും ഭക്ഷണ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പഴയകത്തിന്റെ പാചക മാധുര്യം തന്നെ ഇത്തവണയും തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യവുമുണ്ട്. അത് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2200 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പന്തലാണ് ക്രയോൺ സ്കൂളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അക്കോമഡേഷനായിട്ട് 30-ലധികം സ്കൂളുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 14 സ്കൂളുകൾ പെൺകുട്ടികൾക്കും 9 സ്കൂളുകൾ ആൺകുട്ടികൾക്കുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സ്കൂളുകളിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഇന്ന് രാവിലെ മുതൽ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലേക്ക്, കലോത്സവം നടക്കുന്ന വേദികളിലേക്കും താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലേക്കുമൊക്കെ കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ പോകുന്നതിന് വേണ്ടിയുള്ള വാഹനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. കലോത്സവ വണ്ടികൾ എന്ന പേരിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 30-ലധികം വാഹനങ്ങൾ ഇത്തരത്തിൽ ഈ വിവിധ ഭാഗങ്ങളിലേക്ക് കുട്ടികളെ എത്തിക്കുന്നുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലും KSRTC ബസ് സ്റ്റാൻഡിലും നാളെ മുതൽ പ്രത്യേകം ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കും. ഇവിടെ എത്തുന്ന ആളുകൾക്ക് കലോത്സവ വേദികൾ അറിയുന്നതിനും താമസ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിനും കൊല്ലത്ത് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അവരുമായി സംബന്ധിച്ചിട്ടുള്ള കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള എത്രത്തോളം വീറും വാശിയുമുള്ള മത്സരങ്ങൾക്കായിരിക്കും കൊല്ലം വേദിയാവുക? കാരണം ഈ കോഴിക്കോട് നിന്നാണ് സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുന്നത്. കോഴിക്കോടുകാർ ഒരിക്കലും ഈ ഒരു കപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും കോഴിക്കോടിലേക്ക് തന്നെ ഞങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരംകാരും അതിഥേയരായ കൊല്ലംകാരും ഇക്കുറി കപ്പ് ഞങ്ങൾക്ക് വേണമെന്നുള്ളൊരു പിടിവാശിയിലുമാണ്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് എത്രത്തോളം തിളക്കമുണ്ടാകാൻ തന്നെയാണ് സാധ്യത? എത്രത്തോളം വീറും വാശിയും ഉണ്ടാകും ഈ മത്സര ഇനങ്ങൾക്കൊക്കെയും? 8 ദിവസം വീറും വാശിയും അണിനിരക്കുന്ന ഉത്സവ അന്തരീക്ഷം നിറഞ്ഞ ഉത്സാഹത്തോടു കൂടി കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ദിവസങ്ങൾ തന്നെയായിരിക്കും, ആഴ്ച 5 ദിവസങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. കോഴിക്കോട്ടുകാർ പറഞ്ഞു വെച്ചതുപോലെ ഈ കപ്പ് ഘോഷയാത്രയായി കൊല്ലത്തേക്ക് കൊടുത്തുവിടുന്നുണ്ടെങ്കിലും തിരികെ അത് കോഴിക്കോട്ടേക്ക് തന്നെ ഞങ്ങൾ തിരികെ എത്തിക്കുമെന്ന് കോഴിക്കോടുകാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ആതിഥേയരായ കൊല്ലംകാരും തിരുവനന്തപുരംകാരും തൃശ്ശൂരുകാരും മറ്റും എല്ലാ ജില്ലകളിൽ നിന്നുള്ള കലാപ്രതിഭകളും ഈ കാര്യത്തിൽ ആത്മവിശ്വാസം വെച്ചു പുലർത്തുന്നുണ്ട്. പോയിന്റുകളുടെ വ്യത്യാസത്തിൽ ഈ മത്സരം വീറോടുകൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒട്ടും വിട്ടുകൊടുക്കില്ല, ഞങ്ങൾ തന്നെ മുന്നിലുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഓരോ കലാപ്രതിഭകളും ഈ ആഘോഷ നഗരിയിലേക്ക്, കൗമാര കലോത്സവത്തിന്റെ വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ചില കുട്ടികളെ, മലബാർ മേഖലകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്ന് തുടങ്ങിയിരുന്നു. അവരൊക്കെ പറയുന്നുണ്ട് കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവരൊക്കെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ പറയുന്നത് ഞങ്ങളുടെ ജില്ലയ്ക്ക് തന്നെയായിരിക്കും ഇത്തവണ കിരീടം. പറഞ്ഞതുപോലെ തന്നെ വീറും വാശിയും അത്രത്തോളം ഉണ്ടാകും ഇത്തവണത്തെ കലോത്സവത്തിനും എന്ന കാര്യത്തിലും സംശയമില്ല. ഏതായാലും അവസാനവട്ട ഒരുക്കങ്ങൾ കൊല്ലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.